തെക്കൻ ജില്ലയിൽ ഓച്ചിറ എന്ന് പറയുന്ന പ്രദേശത്ത് മറവ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആ നാട്ടുകാർ അദ്ദേഹത്തെ ഓച്ചിറ ഉപ്പാപ്പ എന്നാണ് പറയാറുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു മൗലവി ഒരു ചിത്രം കാണിച്ച് പ്രസംഗിച്ചപ്പോൾ ആ ചിത്രം തമിഴ്നാട്ടിൽ പോയി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞതും മറ്റും ഞാൻ കൊണ്ടോട്ടി സീഡിയിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഒരു ചങ്ങാതി എന്താണ് പഠിച്ചവനെ, എന്താണ് കുപ്പസ്വാമി എന്നൊരു സ്വാമി ഉണ്ടായിരുന്നു. അയാൾക്ക് മക്ബർ ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ കാന്തപുരം പോയി കളിച്ചു പോകുന്നു. എന്നിട്ട് മൂപ്പര് ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കുന്നു. എന്താണ് കാന്തപുരം ഉസ്താദിന് ഒരു കറാമത്ത് എന്നറിയോ? അള്ളാഹു ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണം. ചങ്ങാതിയോട് തന്നെ പറഞ്ഞുപോയി, ഇത് ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അതൊന്ന് വെച്ചാ മനെ കണ്ടോ, ഞാനിത് വളരെ കഷ്ടപ്പെട്ട് തമിഴ്നാട്ടിൽ പോയി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന പടമായിരുന്നു. തമിഴ്നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന പടാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്നിട്ട് മൗലവി നാദാപുരത്ത് വെച്ച് പറയുന്നത്, ഒരു സ്വാമി, ആ സ്വാമിയായ അമുസ്ലിമിന്റെ ജാറം ഉണ്ടാക്കിയിട്ട് കാന്തപുരം സ്വാമിയുടെ ജാറം ഉദ്ഘാടനത്തിന് പോയി എന്ന് നാദാപുരത്ത് വെച്ച് മൗലവി പ്രസംഗിച്ചു. ഒരു മുസ്ലിമിനെ അവിശ്വാസിയായി പ്രഖ്യാപിച്ചാൽ ആ അവിശ്വാസിയായി വിളിച്ചവൻ, വിളിക്കപ്പെട്ട വ്യക്തി അവിശ്വാസി അല്ലെങ്കിൽ ആ അവിശ്വാസവുമായി മടങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയത്തെ സംബന്ധിച്ച് ഒരൽപ്പവും ചിന്തിച്ചില്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരു അമുസ്ലിമാണ്, സ്വാമിയാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന്റെ വിധി എന്താണ്? വാസ്തവത്തിൽ ഓച്ചിറ ഉപ്പാപ്പ എന്ന പേരിൽ അവിടെയുള്ള ജനങ്ങൾ ഒരു മജ്ദൂബായ വ്യക്തിയാണെന്ന നിലക്ക് ആ നാട്ടുകാർ ആദരിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ മഖ്ബറയിൽ മറവ് ചെയ്യപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിന്റെ ചരിത്രം ലഭ്യമാണ്. അദ്ദേഹം, ഞാൻ ചരിത്ര പുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ചു കേൾപ്പിക്കാം. തമിഴ്നാട് സംസ്ഥാനത്തിലെ തിരുനെൽവേലി ജില്ലയിൽ കടയനെല്ലൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ ജുമാഅത്ത് പള്ളിയുടെ പരിസരത്തുള്ള രാവുത്തർ കുടുംബത്തിലെ വാവാമൈദീൻ രാവുത്തരുടെ മകൻ അബ്ദുറഹ്മാൻ രാവുത്തരുടെയും എരശലി കുടുംബത്തിലെ മീരയുടെയും ആദ്യ സന്താനമായി ക്രിസ്താബ്ദം 1894 ജനിച്ചു. പിതാവ് പ്രസിദ്ധനായൊരു വസ്ത്രവ്യാപാരിയും ആബിദും പണ്ഡിതന്മാരെ ആദരിക്കുന്ന സ്വഭാവക്കാരനും ആയിരുന്നു. തറവാട് നാമം ആൺമക്കളുടെ പേരിനോടൊപ്പം ചേർക്കുന്ന പതിവ് അവരെ ഉള്ളതിനാൽ കുഞ്ഞിനെ മുഹമ്മദ് മസ്ഊദ് രാവുത്തർ എന്ന് പിതാവ് പേര് വിളിച്ചു. ഈ വ്യക്തിയാണ് വാസ്തവത്തിൽ ഓച്ചിറ ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആള്. ഇദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുകയും ഇദ്ദേഹത്തിന്റെ ബാപ്പ, സഹോദരന്മാർ തുടങ്ങിയവരൊക്കെ എല്ലാവർക്കും അറിയുന്നതും ആണ്. ഇതിന്റെ 13ാമത്തെ പേജിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെ പേര് കാണാം. അബ്ദുൽ ഖാദർ രാവുത്തർ, ഷെയ്ഖ് ഫരീദ് രാവുത്തർ, മുഹീദ്ദീൻ പിച്ച രാവുത്തർ, ഷെയ്ഖ് ഉസ്മാൻ രാവുത്തർ എന്നിവർ സഹോദരന്മാരും, അതുപോലെ നാഗൂരമ്മാൾ, സയ്യിദമ്മാൾ, അലീമ ബീവി, ആമിന ബീവി, മീരാ ബീവി എന്നിവർ സഹോദരിമാരും. ഇത് തമിഴ്നാട്ടിലെ ആളുകൾ ഇട്ട അവരുടെ ഈ പറഞ്ഞ വ്യക്തിയുടെ സഹോദരിമാരുടെ പേരുകളും സഹോദരന്മാരുടെ പേരുകളുമാണ്. ഇദ്ദേഹത്തിന്റെ കല്യാണം നടന്നത് ഈ പുസ്തകത്തിൽ തന്നെ
വിവാഹം. മുഹമ്മദ് മസ്ഊദ് രാവുത്തർക്ക് 34 വയസ്സ് കഴിഞ്ഞു. ഒരു ദിവസം മാതാവ് മകനെ വിളിച്ചു പറഞ്ഞു, വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടികളെ നാം വിവാഹം കഴിച്ചവരുടെ ഭർത്തൃഗൃഹത്തിലേക്ക് അയച്ചു. ഇനി എന്നെ സഹായിക്കാനും സംരക്ഷിക്കാനും ആരെങ്കിലും വേണ്ടേ? കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ മകൻ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, അനുയോജ്യയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾ തന്നെ നോക്കുന്നതാണ് നല്ലത്, ഞാനതിൽ തൃപ്തനായിരിക്കും. അങ്ങനെ കടയനല്ലൂർ പട്ടണത്തിലെ അച്ചിപ്പുള്ള വീട്ടിൽ സുമതിയും സുശീലയും സുന്ദരിയുമായ 18 വയസ്സുള്ള മുഹമ്മദ് ബീവിയെ ക്രിസ്താബ്ദം 1929 35 വയസ്സുള്ള മഹാനവറുകൾ വിവാഹം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും കല്യാണം കഴിഞ്ഞ ഡേറ്റും സഹോദരിമാരുടെ പേരും ബാപ്പമ്മയുടെ പേരും കുടുംബങ്ങളുടെ പേരും എല്ലാം വ്യക്തമായി രേഖയുള്ള ഒരു മുസ്ലിം, ആ മുസ്ലിം അദ്ദേഹത്തെ സംബന്ധിച്ച് പരിചയമുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ, അദ്ദേഹം കുറെ കാലം ആബിദും ഇബാദത്തിലും മറ്റുമായി ജീവിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് കച്ചവടങ്ങളൊക്കെ വിട്ട് അദ്ദേഹം ഭൗതിക ജീവിതം കൈയൊഴിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട് അങ്ങനെ അദ്ദേഹം പിന്നീട് ഒരു മജ്ദൂബിന്റെ ശൈലിയിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ പരിചയമുള്ളവർ ഒരു മജ്ദൂബായി മനസ്സിലാക്കി. ആ മജ്ദൂബായ വ്യക്തിയാണ് ഓച്ചുറപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ജീവിച്ച നാട്ടുകാരാണ് അദ്ദേഹത്തിന് മക്ബർ ഉണ്ടാക്കിയത്. അദ്ദേഹം ജീവിച്ച നാട്ടുകാരാണ് അദ്ദേഹത്തിന്റെ മക്ബർ ഉദ്ഘാടനത്തിനു വേണ്ടി കാന്തപുരം ഉസ്താദിനെ ക്ഷണിച്ചത്. അദ്ദേഹം ഒരു സ്വാമിയാണെങ്കിൽ അവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ കൂടി അദ്ദേഹത്തിന്റെ മക്ബർ ഉണ്ടാക്കിയിട്ട് ആലിമീങ്ങളെ ക്ഷണിക്കുകയാണോ ചെയ്യുക? എന്നിട്ട് അദ്ദേഹം കുപ്പസ്വാമി എന്ന് പറഞ്ഞ ഒരു അമുസ്ലിം സഹോദരനാണ് എന്ന് യാതൊരു മടിയും ഇല്ലാതെ ഈ മൗലവി നാദാപുരത്ത് വന്ന് പ്രസംഗിച്ചു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ അമുസ്ലിമീങ്ങളുടെ ഒരു അമുസ്ലിം പാപ്പയുടെ കുപ്പസ്വാമി എന്ന് പറയുന്ന സ്വാമിനെ കേട്ടിട്ടില്ലേ? കുപ്പയുടെ അടുത്ത് ജീവിച്ചിരുന്ന ഓച്ചിറയിലെ കുപ്പസ്വാമി. ആ കുപ്പസ്വാമി എന്ന് പറയുന്ന മനുഷ്യർ നിങ്ങൾ കാണുന്നുണ്ടോ?